ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഒഴിഞ്ഞ ജമ്മു സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ജമ്മുവിൽ കടകൾ തുറന്നു. രജൌരി, പൂഞ്ച് അടക്കമുള്ള ഇടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നേയുള്ളൂ. രജൌരി, പൂഞ്ച് മേഖലകളിൽ കടകൾ അടഞ്ഞു തന്നെയാണ്. ജമ്മുവിനും രജൌരിക്കുമിടയിലുള്ള സുന്ദർബനി നഗരം സാധാരണ നിലയിലാണ്. നോബിൾ മാരിക്കാരന്റെ റിപ്പോർട്ട്. ജമ്മുവിനും രജൌരിക്കും ഇടയിലുള്ള സുന്ദർബനി എന്ന നഗരത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ ഷെല്ലാക്രമണം അത്തരത്തിലുള്ള ഇത്തരത്തിൽ സംഘർഷങ്ങളൊന്നും ബാധിക്കാത്ത ഒരു നഗരമാണ് സുന്ദർബനി. ഇപ്പൊ സുന്ദർബനിലെ സാഹചര്യങ്ങൾ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് രജൌരി, പൂഞ്ച്, അതോടൊപ്പം തന്നെ ജമ്മു അടക്കമുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ്. ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കടകമ്പോളങ്ങളൊക്കെ രാവിലെ തന്നെ തുറന്നു കിടക്കുന്ന കാണാൻ കഴിയും. ആളുകളൊക്കെ സജീവമായി തന്നെ റോഡിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ ആക്രമണമോ അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ആളുകൾ അത്തരത്തിൽ ആശങ്കയിലൊന്നുമല്ല ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. ഇവിടെ ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, അതോ മറ്റ് സംവിധാനങ്ങൾ, സർക്കാർ ഓഫീസുകളൊക്കെ അത്തരത്തിൽ തുറന്ന് പ്രവർത്തിക്കുകയും മറ്റ് നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് നിരവധി വാഹനങ്ങളെ കാണാൻ കഴിയും. ഓട്ടോകൾ, അതോടൊപ്പം മറ്റു വാഹനങ്ങളെ കാണാൻ കഴിയും. നമ്മൾ മുൻപുണ്ടായിരുന്ന രജൌരിയോ അല്ലെങ്കിൽ പൂഞ്ച് പോലെയൊന്നും അല്ല ഇവിടുത്തെ ഒരു സാഹചര്യം. ഇവിടെ തികച്ചും ശാന്തമാണ് കാര്യങ്ങൾ. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് പൂഞ്ചും രജൌരി അടക്കമുള്ള മേഖലകൾ ഇനിയും ഇതേ അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് കടകമ്പോളങ്ങൾ തുറന്ന് സാധാരണ നിലയ്ക്ക് എത്തേണ്ടതുണ്ട്. അതെത്താൻ എന്തായാലും കുറച്ച് സമയം പിടിക്കും എന്നാണ് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ സംസാരിച്ചപ്പോഴും ആളുകളൊക്കെ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും അത്തരത്തിൽ ജമ്മു കാശ്മീരിന്റെ മേഖലകളെ സംബന്ധിച്ചിടത്തോളം, ജമ്മുവിന്റെ മേഖലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ആശങ്ക, പ്രത്യേകിച്ച് ഈ പൂഞ്ച്, രജൌരി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ആശങ്ക. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഷെഡാണ് ഈ സുന്ദർബനിലെ. അവിടെയൊക്കെ ആളുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. അവരൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തുകയും വിവിധ സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്യുന്നതാണ്. മറ്റു പല നഗരങ്ങൾക്കും ഇടയിലുള്ളൊരു സെന്റർ പോയിന്റ് കൂടിയാണ് സുന്ദർബനി എന്നതുകൊണ്ട് തന്നെ ആളുകൾ അത്യാവശ്യം ഇവിടെ ഉണ്ട്. ഏതാണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ജമ്മു ഒരു സാധാരണയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജമ്മുവിലെ പ്രധാനപ്പെട്ട കടകൾ, അതോടൊപ്പം കടകമ്പോളൊക്കെ ഇന്നലെ തന്നെ തുറന്നിരുന്നു. ഇന്ന് അത് സജീവമാവുകയും ചെയ്തു. പക്ഷേ ഇനി സജീവമാകാനുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രജൌരിയും പൂഞ്ച് അടക്കമുള്ള മേഖലകളാണ്. ആ മേഖലകൾ വരും ദിവസങ്ങളിൽ എന്താണെങ്കിൽ സജീവമാകും എന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ രാത്രി മറ്റ് അന്വേഷണ സംഭവങ്ങൾ, പ്രത്യേകിച്ച് മുൻ രാത്രികളിലൊക്കെ ആണെങ്കിൽ വലിയ തരത്തിൽ ഷെല്ലാക്രമണം, അതോടൊപ്പം തന്നെ വെടിവെപ്പ്, ഡ്രോൺ സാന്നിധ്യം ഒക്കെ ഉണ്ടായതാണ് പൂഞ്ചിനും രജൌരിയിലും ഒക്കെ. പക്ഷേ കഴിഞ്ഞ രാത്രി ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നത് ഒരു ശുഭസൂചനയായി തന്നെ നാട്ടുകാരും ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ വ്യക്തമാക്കുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ സമാധാനമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. കാരണം ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സംഘർഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ ഷെല്ലാക്രമണത്തിന് പിന്നാലെ രജൌരി, പൂഞ്ച് അടക്കമുള്ള മേഖലകളിൽ നിന്ന് നിരവധി ആളുകൾ ഈ സുന്ദർബനി അടക്കമുള്ള വിവിധ മേഖലകളിലേക്ക് അഭയം തേടി പലായനം ചെയ്തിരുന്നു. അവരൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരുക്കങ്ങളാണ് അവരൊക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ നിരവധി വീടുകൾ ഷെല്ലാക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം തകർന്നിട്ടുണ്ട്, കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, അത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അത് വീണ്ടും കെട്ടിപ്പടുത്താൻ, അതോടൊപ്പം സാധാരണയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണെങ്കിലും സുന്ദർബനിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും, പ്രത്യേകിച്ച് ഈ ആക്രമണങ്ങളൊന്നും ഈ മേഖലയെ ബാധിക്കാത്തതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ലാത്തൊരു നഗരമാണിത്. അതുകൊണ്ട് ആളുകൾ സാധാരണയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് മടങ്ങിയെത്തിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പൂഞ്ച്, രജൌരി അടക്കമുള്ള മേഖലകൾ ഇനിയും സാധാരണയിലേക്ക് എത്താനുണ്ട്. അത് വരും ദിവസങ്ങളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ സന്തു പരമ്പരയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, രജൌരി.